ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. IMS ധ്യാന ഭവനത്തിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹാശംസകൾ. ചന്തയിലേക്ക് പോയ കൃഷിക്കാരൻ കച്ചവടമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ പതിവിലധികം ഇരുട്ടായിരുന്നു. യാത്രമധ്യേ ഒരു കാട്ടുപ്രദേശത്ത് വെച്ച് അയാളുടെ വണ്ടിയുടെ ചക്രം ഊരിപ്പോയി. ആ സമയത്ത് അദ്ദേഹം ചിന്തിക്കുവാനായിട്ട് തുടങ്ങി, എനിക്ക് കൃത്യസമയത്ത് ചെന്നെത്തുവാൻ സാധിക്കുകയില്ല എന്ന്. താൻ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ചൊല്ലി തീർക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം തപ്പി നോക്കി. പോക്കറ്റിൽ ആ പുസ്തകം ഇല്ലായിരുന്നു. ചിന്തിക്കുവാനായിട്ട് തുടങ്ങി, എനിക്ക് പ്രാർത്ഥനകളൊന്നും കാണാപ്പാഠം അറിഞ്ഞുകൂടാ, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? ഇത് ഒരു വലിയ അപാകത തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ. എല്ലാ ദിവസവും ഞാൻ സന്ധ്യപ്രാർത്ഥനകൾ ചൊല്ലുന്നു, എന്നാൽ ഇന്നത്തെ ദിവസം എനിക്ക് ചൊല്ലുവാനായിട്ട് സാധിക്കുകയില്ല. അതിൽ ആ കൃഷിക്കാരൻ വളരെയധികം വിഷമിക്കുന്നു. അവസാനം അദ്ദേഹം ചിന്തിച്ചുകൊണ്ട്, എനിക്ക് അക്ഷരമാലകൾ അറിയാം, ഞാൻ 5 പ്രാവശ്യം അക്ഷരമാലകൾ ചൊല്ലും. എൻ്റെ ദൈവം, എന്നെ അറിയുന്ന എൻ്റെ കർത്താവ് എൻ്റെ ഈ ചൊല്ലൽ കേട്ടുകൊണ്ട് ഞാൻ ചൊല്ലേണ്ട എല്ലാ പ്രാർത്ഥനകളും അതിൽ കൂട്ടിച്ചേർത്ത്, അക്ഷരമാലകളിൽ കൂട്ടിച്ചേർത്ത് അതെല്ലാം പൂർത്തീകരിക്കും. അങ്ങനെ ആ സഹോദരൻ അക്ഷരമാലകൾ 5 പ്രാവശ്യം ചൊല്ലി. സ്വർഗത്തിലിരിക്കുന്ന പിതാവായ ദൈവം സ്വർഗവാസികളോട് പറഞ്ഞു, ഇന്ന് ഞാൻ കേട്ട പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രാർത്ഥനയാണ് ഇന്ന് കൃഷിക്കാരൻ ചൊല്ലിയത്. അദ്ദേഹം അക്ഷരമാലകൾ ആവർത്തിച്ചപ്പോൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ കടന്നു വന്നു. ഞാൻ ആ പ്രാർത്ഥനകളിൽ പ്രീതി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ ചൊല്ലുന്നു. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രാർത്ഥനകൾ ചൊല്ലാം. എന്നാൽ പ്രാർത്ഥനയുടെ അരൂപി നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, യാന്ത്രീകൃതമായ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുന്നു, ഉരുവിട്ട് പ്രാർത്ഥനകൾ തീർക്കുന്നു, അതുകൊണ്ട് പ്രയോജനമില്ല. എന്നാൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളെല്ലാം പ്രീതിപൂർവമായിട്ടുള്ള പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകളിൽ ദൈവം സംപ്രീതനാകും. ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന സ്തുതിപ്പുകളും ദൈവസ്നേഹത്താൽ നിറഞ്ഞ നന്ദി പ്രകടനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളിൽ കടന്നു വരേണ്ടതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം നന്മകൾ ലഭിക്കുന്നുവോ ആ നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകളിൽ സംപ്രീതനാകും. നമ്മൾ കൂടുതലായിട്ട് അനുഗ്രഹിക്കപ്പെടുന്നതിലേക്ക് കടന്നു വരും. സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ വാക്കുകൾ ഏറുമ്പോൾ അത് മൂഢജൽപ്പനമാകും. മൂഢരിൽ അവിടത്തേക്ക് പ്രീതിയില്ല. സഭാപ്രസംഗൻ 5-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം. താങ്ങാനാവാത്ത ഹൃദയഭാരങ്ങളും നൊമ്പരങ്ങളും അറിയാതെ അടർന്നു വീഴുന്ന കണ്ണീർ കണങ്ങളും ഗദ്ഗതങ്ങളായി ദൈവസന്നിധിയിലെത്തിയാൽ അവിടത്തേക്ക് നിരസിക്കാനാവില്ല, ആശ്വസിപ്പിക്കാതിരിക്കാനും കഴിയില്ല. എന്തെന്നാൽ അവിടുന്ന് നമ്മളോട് അരുൾ ചെയ്യുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. ജെറമ്യാ പ്രവാചകൻ 31-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം. നമ്മൾ പ്രാർത്ഥനകളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയുകയാണ്. നമ്മളും ദൈവത്തെ സ്നേഹിക്കുന്നതിലേക്ക് കടന്നു വരികയാണ്. അതിനാൽ നമ്മൾ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ദൈവത്തിലേക്ക് കടന്നു വരാം.
അതിനുള്ള കൃപാവരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. സ്തുതിപ്പിൻ്റെയും നന്ദി പ്രകടനത്തിൻ്റെയും പ്രാർത്ഥനകൾ എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.